ഒരു ഉബൈദുള്ളയാണ്. ഞാൻ ഈ രണ്ട് ഫോട്ടോ വിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. നോർമലായ ഒരു യുവാവിൻ്റെ മുഖം, അതേ യുവാവ് ലഹരിക്കടിമയായപ്പോൾ അയാളുടെ കണ്ണുകളിലും മുഖത്തും വന്ന മാറ്റങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, നമ്മുടെയൊക്കെ മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥ, ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു രൂപം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ആ സമയത്തൊക്കെ പുറത്തിറങ്ങി പോകുന്നുണ്ടെങ്കിൽ, വൈകിട്ടൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ, തീർച്ചയായും ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് ഈ ഒരു അവസാന ഘട്ടത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട അതുപോലുള്ള ദുരന്തം നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളാൽ നമുക്ക് നേരെ ഉണ്ടാവുമെന്നൊരു സത്യം ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണേ. നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ഇങ്ങനെ ലഹരിക്കടിമയായ മക്കളെ കണ്ടതിൻ്റെ ആ അനുഭവത്തിൽ പറയുകയാണ്. നമ്മളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, കാണാനൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല ഐശ്വര്യം തോന്നിയിരുന്ന പല മക്കളും ഇത്തരം ലഹരി മാഫിയയുടെ കണ്ണികളിൽ അകപ്പെട്ടിട്ട് പിന്നീട് അവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിരന്തരം ഈ ലഹരി ഉപയോഗിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുഖത്ത് പ്രത്യക്ഷമാവുന്ന അടയാളങ്ങളാണത്. ആ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ആ നോർമലായിരുന്നപ്പോൾ ആ ചെക്കൻ്റെ മുഖം പിന്നീട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ മുഖം ഉള്ള തമ്മിലുള്ള മാറ്റം നോക്കണേ. നമ്മുടെ മക്കളിലൊക്കെ, പല മക്കളിലും ഇത്രയും അനുഭവം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും നമ്മുടെയൊക്കെ എല്ലാ നാട്ടിലും ഏത് ഉൾപ്രദേശമാവട്ടെ ഇതിൻ്റെ ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ആദ്യം സ്നേഹം നടിച്ച് സൗഹൃദം നടിച്ച് നമ്മുടെ വെട്ടും മുട്ടും തിരിയാത്ത പൊന്നും മക്കളെ സമീപിക്കും, അവരുമായിട്ട് കൂട്ടുകൂടും, ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കും. മനസ്സിലാക്കണേ. കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പത്തെ വർഷം റമദാൻ മാസത്തിൽ 13 വയസ്സായ 2 കുട്ടികൾ കഞ്ചാവ് വലിച്ചു പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. അതെങ്ങനെ? ഒരു പള്ളിയിലേക്കാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകും. അന്ന് എല്ലാ കുട്ടികൾക്കും പുറത്തിറങ്ങാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ പല മക്കളും പള്ളിയിലേക്ക് എത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ഒടുക്കാകുമ്പോഴേക്കും പള്ളിക്ക് വരവും മാറും. പിന്നെ എല്ലാവരും കൂട്ടുകൂടി ഒഴിഞ്ഞ സ്ഥലത്ത് പാറപ്പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ തിണ്ടിലൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ സമീപിക്കാൻ വേണ്ടി ഇത്രയും കണ്ണികൾ വരും, ഈ മാഫിയയിലെ ചില കണ്ണികൾ വരും. വന്നിട്ട് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് പയ്യെ പയ്യെ നമ്മുടെ മക്കൾക്ക് ഫ്രീ ആയിട്ട് ആദ്യം ഉപയോഗിക്കാൻ കൊടുക്കും. പിന്നീട് മക്കൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മോഷണങ്ങൾ നടക്കും, വിലപ്പെട്ട വല്ലതും നഷ്ടപ്പെടാൻ തുടങ്ങും, നമ്മൾ എടുത്തു വെച്ച പണം നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് സംശയം തോന്നി ചോദ്യം ചെയ്യുമ്പോഴൊന്നും മക്കൾ പറയില്ല. അവസാനം പണം കിട്ടിയില്ല എങ്കിൽ അവർ പല അക്രമങ്ങളും കാണിക്കും, വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ നശിപ്പിക്കും, അവർ അടിക്കാൻ വരും, മർദ്ദിക്കാൻ വരും. ഇങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കണ്ടു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആകെ ഒരു പോംവഴിയേ ഉള്ളൂ. നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് അവരെ ട്രീറ്റ്മെൻറ്റ് മുഖേന മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കണം. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാറുണ്ട്, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് സക്സസ് ആവുമെന്ന് പറയുന്നില്ല. ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും മനസ്സ് വേണം മാറണമെന്ന്, ഇല്ലെങ്കിൽ വെറുതെയാണ്. ഇപ്പോൾ ഈ കുട്ടിയും ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ ഉമ്മാനെ കൊടുങ്കൈ ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ പുറത്ത് പോകുമ്പോൾ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇരുട്ടിൻ്റെ മറവിലായി എന്ത് കാര്യത്തിനാവട്ടെ, ക്ലബിലേക്ക് ഫുട്ബോൾ കളി കാണാനാണെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം പറഞ്ഞ് പോവുകയാണെങ്കിലും മുതിർന്ന ആളുകൾ, ആ പിതാവ് ഒപ്പം പോയിക്കോട്ടെ, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ കൂടെ പോവട്ടെ. അല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ കമ്പനി കൂടി നടക്കുന്നൊരു സിറ്റുവേഷന് നമ്മുടെ എട്ടുമുട്ടും തിരിയാത്ത കൗമാരക്കാരായ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ മക്കൾ കാലക്രമേണ യൗവനത്തിലെത്തുമ്പോഴേക്കും ഈ ഒരു രൂപത്തിലേക്ക് എത്തും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സത്യം എല്ലാ മാതാപിതാക്കളും ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.